ഹലോ എടതേ നമ്മള് ഹോട്ടലിലൊക്കെ ബിരിയാണി കൊടുക്കണ കണ്ടെയ്നറില്ലേ? അത് എനിക്കൊരു 100 വേണം. അതൊക്കെ ഉണ്ട് ഒരു കാര്യത്തിന് വേണ്ടിക്കാം. ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് പിന്നെ പറയാ 100 ഇന്ന് വൈകുന്നേരം വിളിക്ക് എത്തിക്കണേ, മറക്കരുതേ. ഓക്കെ ശരി ശരി. നിനക്കെന്തിനാണ് ഈ 100 കണ്ടെയ്നർ? ഞാൻ അടുക്കളയിൽ കയറാത്ത നീ ബിരിയാണി കച്ചവടം തുടങ്ങാൻ വേണം. നല്ല കഥ. നിങ്ങൾ കളിയാക്കി ചിരിച്ചോ? നിങ്ങളെ ഇത് നോക്ക്, ഞാൻ എന്ത് ബിസിനസ് തുടങ്ങാൻ പോണെന്ന്. നോക്ക് നിങ്ങൾ. അയ്യേ അപ്പിയ. നിങ്ങൾ പുച്ഛിച്ചോ? നിങ്ങൾ നോക്ക് എന്തൊരു സംഭവം എന്നുള്ളത്. എന്താടി കാണേ? അപ്പി പാത്രത്തിലാക്കി വിൽക്കുക. നിനക്ക് തലക്ക് പോലെ ഓണം വിട്ടണ്ട. അതെ, നല്ല ഓളമെട്ടൽ തന്നെ. എന്റെ മനുഷ്യ, ഒരു കണ്ടെയ്നർ അപ്പി വിറ്റാലേ $25. 100 കണ്ടെയ്നർ അപ്പി വിറ്റ് കഴിഞ്ഞാൽ എത്ര ഡോളർ കിട്ടുന്നത് കൂട്ടി നോക്കിയേ. നമ്മൾ എന്തായാലും ക്ലോസറ്റിൽ അപ്പിടുന്നു, അതൊക്കെ പോയിട്ട് ആ കുഴിച്ചെന്ന് വീണേ. അത് കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് കയറ്റുമതി ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോളർ നമ്മുടെ കയ്യിലിരിക്കില്ലേ? എന്റെ പൊന്നോ, 2 നില വീട് എന്തായാലും പറഞ്ഞ പണിയാണ്. പിന്നെ നമ്മുടെ താറും വാങ്ങിക്കണം, എൻഫീൽഡും വാങ്ങിക്കണം, ഫസ്റ്റ് തന്നെ ഐഫോൺ വാങ്ങിക്കണം, യൂട്യൂബിൽ വീഡിയോ ഒക്കെ പിടിക്കണ്ടേ. എന്റെ ദൈവമേ, ഇനി പാത്രത്തിൽ അപ്പിടേണ്ടി വരുമോ? വേണ്ടി വന്നാ വരും. മര്യാദക്ക് കണ്ടെയ്നർ കൊണ്ടുവരുമ്പോണ്ടല്ലോ ആ പാത്രത്തിലൊക്കെ അപ്പിട്ടോളൂ. എപ്പ അപ്പിടാൻ മുട്ടണെന്ന് തോന്നുന്നു അപ്പൊ ഓരോ കണ്ടെയ്നർ എടുക്കുക, അതിനകത്ത് അപ്പിടാ. മനസ്സിലായ? പറഞ്ഞത് കേട്ടോ?